മൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? മേയും മൈറ്റും തമ്മിലുള്ള വ്യത്യാസം ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടോ, ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ്. സംഗതി സിമ്പിളാണ്. ഓക്കെ, അതായത് മേയും മൈറ്റും സാധ്യതകൾ പറയുമ്പോഴാണ്. അതായത് ഇപ്പോൾ വിൽ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവൻ നാളെ വരും, ഹി വിൽ കം ടുമോറോ, അങ്ങനെ പറയാം. ഹി വിൽ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാം, ഹി വിൽ കം ടുമോറോ. ഹി മേ കം ടുമോറോ എന്ന് പറഞ്ഞാൽ അവൻ വരാനുള്ള സാധ്യത കുറച്ച് കുറയും. ഹി മൈറ്റ് കം ടുമോറോ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ സാധ്യത കുറയും. അപ്പോൾ മൈറ്റ് എന്ന് പറഞ്ഞാൽ സാധ്യത കുറവ്, മേ എന്ന് പറഞ്ഞാൽ സാധ്യത കൂടുതൽ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവൻ നാളെ വിളിക്കും, ഹി വിൽ കോൾ ടുമോറോ എന്നാണ്. ഓക്കെ, അപ്പോൾ അവൻ വിളിക്കുമായിരിക്കാം, സാധ്യത കുറച്ച് കുറവാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഹി മേ കോൾ ടുമോറോ. സാധ്യത ഒന്നുകൂടി കുറയുമ്പോൾ ഹി മൈറ്റ്. യെസ്, ഹി മൈറ്റ് കോൾ ടുമോറോ. അത്രയേ ഉള്ളൂ, ഈസിയാണ്. ഇപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അവൻ കൊണ്ടുവരും എന്നതിന് ഹി വിൽ ബ്രിങ് ഇറ്റ്. അവൻ കൊണ്ടുവരും, അവൻ കൊണ്ടുവരായിരിക്കും. സാധ്യത കുറയുമ്പോൾ ഹി മേ ബ്രിങ് ഇറ്റ്. സാധ്യത ഒന്നുകൂടെ കുറയുമ്പോഴോ ഹി മൈറ്റ്. വെരി ഗുഡ്, ഹി മൈറ്റ് ബ്രിങ് ഇറ്റ്. കണ്ടോ, ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. അവന് ഇന്ന് സാലറി കിട്ടുമായിരിക്കും, സാധ്യത തീരെ ഇല്ല, അവനിന്ന് സാലറി കിട്ടുമായിരിക്കും. അതെങ്ങനെയാണ് പറയാന്ന് ഇവിടെ കോമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, ഞാൻ പറഞ്ഞു ഇതൊക്കെ ബേസിക് ലെവലാണ്, നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈനിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ്. ആർക്കും ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങൾക്ക് വേണ്ടത് 2 മാസം സമയം. നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു 1/2-3 മണിക്കൂർ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് കൂടെ തന്നെ നിന്ന് ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ എവിടെ ഇരുന്നും വളരെ ഫണ്ണായിട്ട് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. മുകളിൽ പോകാം, ബയോയിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു.